കളിക്കളത്തിന് നിർമ്മാണം പാതി വഴിയിൽ പോലും എത്താത്ത സ്റ്റേഡിയത്തിന്റെ പവലിയൻ ഉദ്ഘാടനം ചെയ്ത് കൊല്ലം കോർപ്പറേഷൻ. നിലവിലെ മേയർ പ്രസന്ന എണസ്റ്റ് സ്ഥാനമൊഴിയുന്നതിന് മുമ്പ് തട്ടിക്കൂട്ട് ഉദ്ഘാടനം നടത്തിയെന്നാണ് ആരോപണം. എന്തായാലും കൊല്ലം ലാൽ ബഹദൂർ സ്റ്റേഡിയത്തിന്റെ നിലവിലെ അവസ്ഥ എന്താണ് എന്ന് ഞങ്ങളുടെ പ്രതിനിധി കണ്ണൻ നായർ പറഞ്ഞുതരും. കൊല്ലത്ത് വളരെ മുമ്പേ ഉള്ളതാണ് ഈ സ്റ്റേഡിയം. ഒരു കാലത്ത് ഏറ്റവും പ്രമുഖമായ സ്റ്റേഡിയങ്ങളിലൊന്നും കൊല്ലം തന്നെയായിരുന്നു. വലിയ വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പവലിയൻ ഇപ്പോൾ ആരംഭിച്ചത്. കൊല്ലം കോർപ്പറേഷൻ മുൻകൈ എടുത്താണ് 1 കോടിയോളം രൂപ മുടക്കി ഇത് പൂർത്തീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ഉദ്ഘാടനം കഴിഞ്ഞു. അതിഗംഭീരമായ പവലിയൻ, ഇരിപ്പിടങ്ങൾ. ഇനി കൊല്ലത്ത് നിന്ന് കായിക കേരളത്തിന്റെ പ്രശസ്തി വാനോളം ഉയരും. അങ്ങനെ ചിന്തിക്കാൻ വരട്ടെ. മറ്റൊരു കാഴ്ച കൂടി കാണാം. പവലിയനിലേക്ക് കയറാനുള്ള ഒരു വഴിയാണ്. അവിടെ തന്നെ ഒരു ഓട നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് മൂടിയില്ല. കായിക താരങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഓടയിൽ വീണ് അപകടമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഞാൻ രക്ഷപ്പെട്ടു. സ്റ്റേഡിയത്തിൽ കാണികൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടമാണ്. പക്ഷേ ഇരിപ്പിടത്തിന് തൊട്ടു മുന്നിൽ കാട് പിടിച്ച് കിടക്കുകയാണ്. പാമ്പോ മറ്റേതെങ്കിലും ക്ഷുദ്രജീവികളുണ്ടോ എന്ന് അറിയില്ല. അവരോട്ടിറങ്ങിയാൽ ചിലപ്പോൾ അങ്ങനെയുള്ള പാമ്പിൻ്റെയോ ക്ഷുദ്രജീവികളുടെയോ കടിയിൽപ്പെടുന്നൊരവസ്ഥയിലേക്ക് കായികതാരങ്ങൾ പോകും. നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തിയ സ്റ്റേഡിയമാണ്. അതിൻ്റെ പകുതി ഭാഗത്തെ ഇരിപ്പിടങ്ങൾക്ക് പെയിന്റ് അടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലത്തെ അവസ്ഥ ഇതാണ്. പലയിടങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു. ചിലയിടങ്ങളിൽ പൂർണ്ണമായും കരിമ്പായിൽ പിടിച്ചു കിടക്കുന്നു. പാമ്പുണ്ടോന്ന് അറിയില്ല. എന്തായാലും ചാടി കിടക്കാൻ തീരുമാനിച്ചു. ഒട്ടേറെ ഫുട്ബോൾ താരങ്ങൾക്ക് ജന്മം നൽകിയ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടാണിത്. ആ ഗ്രൗണ്ടിൻ്റെ അവസ്ഥയാണ്. പൂർണ്ണമായും ഇവിടെ ഉണ്ടായിരുന്ന പുല്ലുകൾ കരിഞ്ഞുണങ്ങിയിരിക്കുന്ന അവസ്ഥ. ഈ ഗ്രൗണ്ടിലെ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് അതിനുശേഷം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്താവൂ എന്നുള്ളതായിരുന്നു ആവശ്യം. അതൊന്നും ഇവിടുത്തെ ഭരണാധികാരികൾ ചെവിക്കൊണ്ടില്ല. സാധാരണ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷമാണ് സ്റ്റേഡിയം ആയാലും പവലിയനായാലും ഉദ്ഘാടനം ചെയ്യുക. എന്തായാലും ഇവിടുത്തെ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല. അടുത്തെങ്ങും ഒരു കായിക മത്സരവും ഇവിടെ വരാൻ സാധ്യതയില്ല. പിന്നെ ആരെ കാണിക്കാനാണ് ഈ പ്രഹസനം? വരുന്ന 10-ാം തീയതി കൊല്ലം മേയർ പ്രസന്ന എണസ്റ്റ് രാജിവെക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് ഉദ്ഘാടനങ്ങൾ നടത്തി ഇതെല്ലാം താൻ ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് മേയർ നടത്തുന്നതെന്നാണ് ആരോപണം. ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണുമ്പോൾ ആ ആരോപണത്തിൽ കഴമ്പില്ല എന്ന് തോന്നിപ്പോവുകയാണ്. കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.